നമ്മളിപ്പോൾ വീട്ടിലെടുക്കാൻ വേണ്ടി ഗ്ലാസ് ടാങ്ക് ഒക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷിനെ അഴിയാം. അങ്ങനെ ഷോർട്ട് ഗ്ലാസ്സിൽ വാട്ടറൊക്കെ നിറച്ച് നമുക്ക് ഫിഷിനെ പീസിടണം. ഇത് ജസ്റ്റ് മെയിൽസിൻ്റെ ഒക്കെ ക്വാളിറ്റി കാണിച്ചു തരാം. നമ്മൾ ഓരോ മെയിലിൻ്റെയും ഇത് നമ്മൾ ആദ്യത്തെ മെയിലാണ്. ഞാൻ നമുക്ക് ഇതിൻ്റെ കാര്യം അങ്ങനെ ഫസ്റ്റ് മെയിൽ ഇട്ടിട്ടുണ്ട്. നമ്മളെ സെക്കൻഡ് മെയിൽ ഇവരെ നമുക്ക് ഇതിൻ്റെ കാര്യം കൊടുക്കാം. പിന്നെ 2 മെയിലും ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല കിറ്റിൽ ചെയ്ത് വരുന്നൊരു മീനുണ്ട് നമ്മളിൽ. നല്ല പക്ക ഹെയർ ക്വാളിറ്റിയാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ കൊടുക്കാം. ഇത് നമുക്ക് ഫീമെയിലെ നമ്മൾ പിടിച്ച് സെറ്റാക്കണം. ക്യാപ്പ് ഇല്ലാത്ത ഫീമെയിലിനെ ഓൾറെഡി പിടിച്ച് ഈ ക്യാപ്പുള്ള കാണുമ്പോൾ തന്നെ മനസ്സിലായി ആൾറെഡി ലോഡറാണ്. ഉടനെ ഇനി കുഞ്ഞുങ്ങൾ ഇറങ്ങും അടുത്തത്. ഇപ്പോൾ ഇവരുടെ ബാച്ച് ഓവറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സെയിലിടുക എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈസ് വേണമെങ്കിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൗണ്ട് കിട്ടും ബേബീസിന്. അർജൻറ്റായിട്ട് ബേബീസിനെയൊക്കെ ഇറക്കണമെന്നുള്ളൊരു നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഇത് തരുന്നതായിരിക്കും. അത് നമ്മൾ എല്ലാ രീതിയിലാക്കിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കണം. നമ്മൾ ഗ്ലാസ് ടാങ്കിലാക്കിയിട്ടുണ്ട് ഫിഷിനെയൊക്കെ. ഇതാണ് കേട്ടോ നമ്മൾ ആ ബേസിൽ കിടന്ന ഫിഷ്. നമുക്കിനി ഇവരുടെ വീഡിയോസ് എടുക്കണം. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഇടുന്നതായിരിക്കും ഇവരുടെ വീഡിയോസ്. നമ്മൾ സാധാരണ ഉച്ചയ്ക്കൊക്കെയാണ് വീഡിയോ എടുക്കാറുള്ളത്. എന്നാലും നമുക്ക് വെയിലൊക്കെ കിട്ടുള്ളൂ. എന്നാലും ഇതിൽ വെട്ടം അടിക്കുള്ളൂ. ഇതിപ്പോൾ എന്ന് പറയാൻ നല്ല മഴക്കോള് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ ശരിയാവുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വാട്ടറൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമുക്ക് ഈ 2 വാഴയെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് എല്ലാം സെറ്റാവും. നമ്മൾ ടാങ്ക് കഴുകിയതാണ്ട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. വാട്ടറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.